ഒരുക്കപ്പെട്ട ഹൃദയങ്ങളോടെ ഇന്ന് പകൽക്കാലം ദൈവസ്ഥലായിരിക്കാം. കർത്താവിന്റെ ദാസൻ തുടർന്ന് ദൈവജനം തന്നെ ഏൽപ്പിച്ചതും തന്നോട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളും ചെയ്യേണ്ടതിന് സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കും. Prayerfully, with a prepared heart, let us be in the presence of the Lord and we welcome the servant of the Lord for the ministry. Hallelujah. സന്തോഷത്തോടെ നമ്മുടെ കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. Let us raise our hands and praise the Lord. ആമേൻ, ആമേൻ. ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള ഈ ദിവസം നിങ്ങളോട് കൂടെ ആയിരിക്കുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. I am extremely glad that I am here on this beautiful day together with you. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പ്രിയപ്പെട്ട റോയി പാസ്റ്റർ കുടുംബം, അതുപോലെ തന്നെ വാത്സല്യ ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ട കുടുംബം, വന്നുചേർന്നിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും എന്നെ സഹായിക്കുന്ന കർത്തൃദാസനും പ്രത്യേകമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. Greetings to the honored servant of the Lord, Pastor Roy and family, as well as this family is hosting the meeting, and everyone who is gathered here, extend our greetings to you in the name of the Lord. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നമ്മെ സ്തോത്രം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. The word of God sanctifies us. ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. And this fasting prayer is going to be a time when we are going to be close with the Lord. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിൽ നമ്മോട് സംസാരിക്കാൻ പോകുകയാണ്. Hence the Holy Spirit may speak to us in this meeting. ദൈവശബ്ദം നമ്മൾ കേൾക്കുവാൻ പോകുകയാണ്. And we are going to listen to the word of voice of God. നമ്മുടെ കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. Let us raise our hands and praise the Lord. ആ കരങ്ങൾ ഉയർന്നിരിക്കുക. യെശയ്യാപ്രവചനം 40-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വചനം ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരുമിച്ച് അത് വായിച്ച് മുൻപോട്ട് ചിന്തിക്കാം. Isaiah chapter 40 verse 29 we're going to read together. He gives power to the faint, and to him who has no might he increases strength. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. അടുത്ത വാക്യം കൂടെ. ബാലികാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആമേൻ. വളരെ നന്നായി ദൈവത്തിന്റെ വചനം വായിച്ചു തന്ന പ്രിയ മകളോട് നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Thank you for reading the word of God very nicely. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. He gives power to the faint. ഒന്നുകൂടെ പറയാണ്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. He gives power to the faint. ബലമില്ലാത്തവൻ അവൻ ബലം വർദ്ധിപ്പിക്കും. To him who has no might he increases strength. രാമി പറയുമോ? ബലമില്ലാത്തവൻ അവന് ബലം ചെയ്യാണ്, വർദ്ധിപ്പിക്കുകയാണ്. To the one who has no might he increases his strength. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. Even the youth shall faint and be weary. യൗവനക്കാരും ഇടറി വീഴും. And young men shall fall exhausted. ഒരു പദം പറയുന്നു, എങ്കിലും. Even then. എന്ന് പറഞ്ഞേ, എങ്കിലും. Said but. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. They who wait for the Lord shall renew their strength. ഈ എങ്കിൽ എന്ന മലയാള വേർഡിന് ഒരു പ്രത്യേകതയുണ്ട്. വളരെ ഗൗരവമാണ് ആ വേർഡ്. ആമേൻ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും. When that word but is being used, it's very seriously being used there. But they who wait for the Lord shall renew their strength. ആമേൻ. പഴയ നിയമത്തിൽ ഒരു വാക്കുണ്ട്, ഇപ്പോഴെങ്കിലും നിങ്ങൾ ഉപവാസത്തോടെ ആമേൻ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ എന്ത് ചെയ്യണം. അപ്പൊ അങ്ങനെ അവിടെ ഒരു എങ്കിൽ പറയുന്നു. So in the Old Testament it is written, at least now you must come into the presence of the Lord ripping your heart, not just the clothes. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇവിടെ ഇരുന്ന് പറഞ്ഞു, ആമേൻ, ഇപ്പോഴെങ്കിലും. So when the Holy Spirit spoke to me, he said, at least now. ഈ പ്രതികൂലത്തിന്റെ നടുവിലെങ്കിലും, even in the midst of this adversity, ഈ വേദനയുടെ നടുവിലെങ്കിലും, even in the midst of this pain, ആമേൻ, കണ്ണുനീരിന്റെ നടുവിലെങ്കിലും, even in the midst of these tears, പ്രതിസന്ധികളുടെ നടുവിലെങ്കിലും, even in the midst of these tribulations, നീ ഒരു കാര്യം ചെയ്യാൻ മറക്കരുത്. you should not forget one thing. വസ്ത്രങ്ങളെ അല്ല, not to tear your clothes, ഹൃദയങ്ങളെ തന്നെ.
but you must tear your heart. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. Oh, those who receive it, we praise the Lord for that. ഇപ്പോൾ എങ്കിലും എന്ന പദം, ഇപ്പോൾ, now, ഈ ടൈമിൽ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയിൽ നീ മുട്ടുമടക്കണം. Now, in your current situation, you need to kneel down before the Lord. സ്വർഗ്ഗത്തിലെ ദൈവം മറുപടി തരും. ദൈവത്തിന് And സ്തോത്രം. the Lord in heaven will grant you an answer. സ്വർഗ്ഗത്തിലെ ദൈവം മറുപടി തരും. The Lord who is in heaven will grant ഈ you an answer. ഉപവാസം ദൈവസഭയുടെ മുഖച്ഛായ മാറ്റാൻ പോവുകയാണ്. And this fasting is going to change the face ചില of വ്യക്തികളെ ദൈവാത്മാവ് സ്പർശിക്കാൻ the പോവുകയാണ്. Lord is going to touch some people. ചില വ്യക്തികളെ ദൈവാത്മാവ് തൊടാൻ The പോവുകയാണ്. Holy Spirit is going to touch some people. നിന്റെ സാഹചര്യങ്ങൾ ഒന്നും നിന്നെ നിയന്ത്രിക്കുവാൻ നീ അനുവദിക്കരുത്. Do not allow your circumstances to control you. സാഹചര്യങ്ങൾ ഒന്നും നിന്നെ നിയന്ത്രിക്കുവാൻ ഇന്ന് പകൽ നീ അനുവദിക്കരുത്. Do not allow your circumstances to control you this morning. ദൈവകൃപ നിന്നെ നിയന്ത്രിക്കണം. Let the grace of God control you. പരിശുദ്ധാത്മാവ് നിന്നെ നിയന്ത്രിക്കണം. Let the Holy Spirit control you. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നിയന്ത്രിക്കുവാൻ ഇന്ന് പകൽ നീ ഏൽപ്പിച്ചു കൊടുക്കണം. If you commit yourself to be controlled by the Holy Spirit. ദൈവാത്മാവ് പറഞ്ഞു ചില സാഹചര്യങ്ങളിൽ ചിലരെ നിയന്ത്രിക്കുന്നുണ്ട്. The Holy Spirit says that some people are being controlled by their own circumstances. ഇന്ന് പകൽ ആ സാഹചര്യങ്ങളെ ദൈവം മാറ്റാൻ But പോവുകയാണ്. God is going to change those situations for you. ആ സാഹചര്യങ്ങളെ ദൈവം മാറ്റാൻ The Lord പോവുകയാണ്. is going to change it for you. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ If സ്തോത്രം you ചെയ്യുന്നു. believe it, we praise the Lord. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. Those who are waiting for the Lord will renew their strength. യശയാപ്രവചനം 40-ാം അധ്യായത്തിൽ നിന്ന് മടങ്ങി വരുന്ന 6 കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയാൻ പോവുകയാണ്. I'm going to speak about 6 things that return back from the book of Isaiah chapter 40. യേശയ്യാ 40-ൽ മടങ്ങി വരുന്ന 6 കാര്യങ്ങൾ. There are 6 things that return back in Isaiah ഈ 40. കാലഘട്ടത്തിൽ അത് മടങ്ങി വന്നേ തീരൂ. Oh, these days they have to come back. ഇനി ഒട്ടും വൈകരുത്, അത് മടങ്ങി വന്നേ തീരൂ. There should be no more delay. They must return back. യേശയ്യാ 40-ൽ ഒന്നാമത് മടങ്ങി വരുന്നത് ദൈവ മഹത്വമാണ്. First, what is going to return back is the glory of God. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വാക്യം യേശയ്യാ 40-ന്റെ 4 മുതൽ വായിക്കാം. 4-5 വാക്യങ്ങൾ. From verse 4 onwards, chapter 40, verse 4 onwards. എല്ലാ താഴ്വരയും നികുന്നും ആ. എല്ലാ മലയും കുന്നും താണും വരേണം. ആ. വളഞ്ഞത് ചൊവ്വായും ആ. ദുർഘടങ്ങൾ സമമായും തീരേണം. ആ. യഹോവയുടെ മഹത്വം വെളിപ്പെടും. മതി. ആ വാക്യത്തിനകത്ത് പറയുന്നു യഹോവയുടെ മഹത്വം മടങ്ങി വരും. Verse 5 says that the glory of the Lord shall be revealed. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ദൈവ മഹത്വം പല ഇടങ്ങളിലും വെളിപ്പെടാതെ മഹത്വം മറഞ്ഞു കിടക്കുകയാണ്. The biggest problem of these times is that the glory of the Lord is not revealed in many places. The glory of the Lord is hidden. എന്നാൽ യേശയ്യാ 40-ൽ പരിശുദ്ധാത്മാവ് പറയുന്നു യഹോവയുടെ മഹത്വം മടങ്ങി വരാൻ പോകുന്നു. But Isaiah 40 says, the Holy Spirit says that the glory of the Lord will return. അതിനെന്താ വേണ്ടിയെന്നാ പറയുന്നത്? And it says what must happen for as a forerunner for that. അതിന് കോമൺ ആയിട്ട് പറഞ്ഞ എല്ലാ താഴ്വരയും നികന്നു. Every valley shall be lifted up. എല്ലാ മലയും കുന്നും താണും വരണം. Every mountain and hill be made low. ശ്രദ്ധിക്കണം. എന്താ വേണ്ടിയേ? എല്ലാ താഴ്വരയും നികന്നും. Pay attention what must happen. Every valley must be എല്ലാ level. മലയും കുന്നും താണു വരണം. Every mountain and hill be made low. സഭയാണെങ്കിലും കുടുംബമാണെങ്കിലും മല പോലെ ഉയർന്നിരിക്കുന്ന അഹങ്കാരം താഴണം. So whether it is a church, whether it is a family, whatever is lifted up like a mountain or a hill, the arrogance, that should come down. കുന്നുപോലെ ഉയർന്നിരിക്കുന്ന അഹങ്കാരങ്ങളെല്ലാം തകരുമ്പോഴാണ് യഹോവയുടെ മഹത്വം വെളിപ്പെടുന്നത്. Every arrogance that is lifted up like a hill, every boasting, every pride, that must come down. ദൈവസഭയ്ക്കകത്ത് ദൈവമക്കളെ മഹത്വം ഇറങ്ങണമെങ്കിൽ സ്തോത്രം എല്ലാ കുന്നും താണു പറയണം. If the glory of the Lord has to descend inside the church of God, every hill has to come low. വളഞ്ഞതൊക്കെ ചൊവ്വാണ്. Everything, whatever is uneven should become straight. ദുർഘടങ്ങളൊക്കെ സമമായി തീരണം. The rough places should be level. അപ്പോൾ യഹോവയുടെ മഹത്വം വെളിപ്പെട്ടു വരും. Then the glory of the Lord will be revealed. താഴ്മയുള്ളവർക്കും താഴ്മയുള്ളവരുടെ മനസ്സാവുള്ളവർക്കും വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവ് ഉപവാസ പ്രാർത്ഥനയിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. It is only for those who are humble and contrite in their heart. The
Holy Spirit is going to work during the fasting prayer. യഹോവയുടെ മഹത്വം വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ യഹോവയുടെ വായല്ലോ ഇന്ന് പകൽ അരുളി ചെയ്യുന്നത്. It is the Holy Spirit, it is the mouth of the Lord that declares that the glory of God will be revealed. ദൈവമഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ When we talk about glory of God, എന്റെ ഓർമ്മയിൽ കാനാവിലെ കല്യാണ വീട് വരിക. it is the house of Cana where the wedding took place comes into my. കല്യാണ വീട് നമുക്ക് പരിചയമുണ്ട്. We all know that house of wedding. കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കപ്പെട്ടതും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. We are familiar with the story of how the water was turned into wine in the house of wedding in Cana. നമ്മുടെ കർത്താവിന്റെ മഹത്വം ആമേൻ ഈ ഭൂമിയിൽ ആദ്യമായി രംഗത്ത് വെളിപ്പെട്ടു വന്നത് ആമേൻ അതേ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണ ഭവനത്തിൽ അവൻ വെള്ളം വീഞ്ഞാക്കി. As the first miracle in this earth, our Lord's glory was revealed when he turned the water into wine in Cana. അങ്ങനെ അവൻ ആ മഹത്വം അവിടെ വെളിപ്പെടുത്തി. And there he revealed his glory for the first time there. കാനാവിലെ കല്യാണ വീട്ടിൽ നടന്നത് എന്താണെന്ന് നമുക്കറിയാം. We know what happened in that house. നമ്മൾ വായിച്ച് ഗ്രഹിച്ച് പഠിച്ചവരാ. We have read it, we have understood it well. അവിടെ ഒരു കല്യാണ വീട് എന്ന് പറയുമ്പോൾ ആ വീട്ടുകാരന്റെ അപമാന ഭാരത്തിന്റെ നടുവിൽ സ്വർഗ്ഗത്തിലെ ദൈവ മഹത്വം വെളിപ്പെട്ടു. It was in the midst of the reproach of the owner of that house, the Lord of heavens revealed his glory. പ്രധാന വിഭവം തീർന്നുപോയി. So the most important delicacy was finished. വീഞ്ഞ് തീർന്നുപോയി. The wine was over. ഒരു ചോദ്യം, ഇനി എന്ത് ചെയ്യും? Now next question, what can we do next? പക്ഷേ അവിടെ ഒരു ദൈവപ്രവൃത്തിയുടെ തലം ആ കാഴ്ചവെട്ടിൽ വെളിപ്പെട്ടു വന്നു. But we saw the work of the Lord being revealed in the feet of the Lord there. അപമാന ഭാരം അവരേൽക്കുന്നു. When we were burdened by reproach. മാനസികമായി തളർന്നു ആമേൻ ആ കുടുംബത്തിലുള്ളവർ. When they were mentally weak in that situation. പക്ഷേ ആ ഭവനത്തിനകത്താണ് ആദ്യത്തെ അത്ഭുതം കൂടി ചെയ്തത്. This very first miracle was revealed in that house. ഈ ഭൂമിയിലെ ആദ്യത്തെ അത്ഭുതം അരങ്ങേറിയത് ആമേൻ ഒരു കല്യാണ വീട്ടിലാണ്. It was in a house of wedding where the first miracle appeared. കൺവെൻഷനിലല്ല. It was not in a convention. ഒരു വീട്ടിലാണ്. It was at a home. അപ്പൊ വീടിന് പ്രാധാന്യതയുണ്ടോ? So do you understand the importance of the home? വീടിന് പ്രാധാന്യതയുണ്ടോ? Hallelujah! ഇന്ന് നടക്കുന്ന ഈ ഭവനം നടക്കുന്നത് ഈ പ്രാർത്ഥന നടക്കുന്നത് ഒരു വീട്ടിലായതുകൊണ്ട് ഞാൻ പറയാം, ആദ്യത്തെ അത്ഭുതം നടക്കേണ്ടത് സഭയിലല്ല, ആദ്യത്തെ അത്ഭുതം നടക്കേണ്ടത് വീട്ടിലാണ്. This meeting is happening in a home today. So let me tell you, the first miracle must happen at a home, not in the church. ഇന്ന് ഈ പ്രാർത്ഥന ഇവിടെ നടക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ വെളിപ്പാട് പറയുക, ആമേൻ, ഒരു അത്ഭുതം അരങ്ങേറാൻ സാധ്യതയുണ്ട്. Or even if that meeting is happening, I want to tell you in relation to the Spirit, there is the possibility for a miracle here. ആമേൻ, ബുദ്ധിക്ക് നിരക്കാത്ത ഒരു അത്ഭുതം. ആമേൻ, A miracle beyond human understanding. ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാത്ത ഒരു മിറക്കിൾ, A miracle which we could not think in our life. നമ്മുടെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. Our God is able to do it. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി Raise your hands and praise the Lord. ഈ പ്രാർത്ഥനയെ സമാപിച്ച് ആമേൻ ആശീർവാദം പറയുന്നതിന് മുമ്പേ നിന്റെ വീട്ടിനകത്ത് തലമുറയ്ക്കകത്ത് ഒരു അത്ഭുതം നടന്നിരിക്കും. ആ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. Even before this meeting comes to an end and we say the benediction, there will be a miracle within your home and among your children. This is the faithfulness of the Lord. ആമേൻ, അത്ഭുതം അരങ്ങേറുവാൻ ഇന്ന് പകൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. If you surrender yourself today, the word of the Lord will be revealed. A miracle will be revealed. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി എന്നോട് പറയുന്നുണ്ട്, ചില വ്യക്തികളിൽ ചില കുടുംബങ്ങളിൽ ആമേൻ ആമേൻ അത്ഭുതങ്ങൾ ആമേൻ ഈ ദിനങ്ങളിൽ സംഭവിക്കും. വിശ്വസിക്കാൻ കഴിയാത്തത് ആമേൻ അത്ഭുതകരമായത് ആത്മാവ് ചെയ്യും. Some wonders, some miracles are going to happen in certain people, in certain families. What is impossible for man, God is going to do it. Praise God. Hallelujah. ഈ ഭവനത്തിന്റെ അവസ്ഥ കണ്ടോ? ആമേൻ, ഒന്ന് ഒരു അപമാനഭാരം എന്ന് പറഞ്ഞ ഒരു ബാഡ് ന്യൂസ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. So there is a bad news that has emanated from this house. It's the burdened with the reproach. ഈ ബാഡ് ന്യൂസ് എല്ലാം ഇന്നത്തെ കാലം ചൂടെ സ്പീഡ് ആണെങ്കിലും അന്ന് ഈ ബാഡ് ന്യൂസിന് സ്പീഡ് കൂടുതൽ.
Even in those days, the bad news had traveled with a certain speed. ഇന്ന് ഭയങ്കര സ്പീഡാ. Nowadays it's very rapid. അന്ന് സ്പീഡ് കുറവില്ലല്ലേ? Even then the speed was no less. സംഭവമല്ല, വീഞ്ഞ് തീർന്നു. Oh, the wine is over there. ഈ പാവപ്പെട്ടവൻ കൈ കാറ്റടിക്കാൻ തുടങ്ങി. This poor man really was struggling, beating his legs. ഗുരു അവിടെ ഉണ്ടായിരുന്നു. Our master was there. യേശുവിന്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. Jesus' mother was also there. പക്ഷെ അമ്മയ്ക്ക് അവിടെ ഒരു ബഹുമാനമൊക്കെ കൊടുക്കുന്നല്ലാതെ മഹത്വം ഒന്നും എടുക്കാൻ പറ്റും. So even though she was given a certain honor, she could not receive that glory there. മഹത്വം വെളിപ്പെട്ട് വരുമ്പോൾ I told this because when the glory of God is revealed, ആ മഹത്വം ആരും എടുക്കരുത്, അത് ദൈവത്തിനാണ്. no one should receive the glory unto himself, because it belongs to the Lord. ആമേൻ. അമ്മ ആമേൻ സ്തോത്രം. ഖനാവിലെ കല്യാണ ഭവനത്തിൽ അമ്മ എവിടെ ഉണ്ടെങ്കിലും ആമേൻ യേശുവിന്റെ അമ്മയ്ക്ക് അവിടെ ഒന്നും ചെയ്യാനാകുന്നില്ല. Even though mother was there in that wedding house in Cana, the mother of Jesus was unable to do anything. അവിടെ ആമേൻ ആമേൻ ദൈവപ്രവൃത്തി തുടങ്ങി വെച്ചത് ആമേൻ സ്തോത്രം. ആമേൻ തന്റെ പുത്രനായ ക്രിസ്തുയേശുവിലൂടെ ആ ഖനാവിലെ കല്യാണ ഭവനത്തിൽ ദൈവപ്രവൃത്തി ആരംഭിച്ചു. There the work of the Lord was revealed through her son, the Lord Jesus Christ. കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചു. The earthen vessels were filled with water. ആ വെള്ളം ആമേൻ സ്തോത്രം നമുക്കറിയാം, നമ്മൾ ഗ്രഹിച്ചിട്ടുള്ളതാണ്. അത് വിരുന്നുവാടി കൊണ്ട് കൊടുക്കുമ്പോൾ അത് ആമേൻ സ്തോത്രം വീഞ്ഞാവുകയാണ്. When that water was taken to the master of the banquet, it had already become wine. ഇതെപ്പോഴാ വീഞ്ഞായതെന്നൊക്കെ ചോദിച്ചാൽ അതിനകത്ത് ഒരുപാട് സംശയമൊന്നും കയറണ്ട. ആമേൻ സ്തോത്രം. അത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അത്ഭുതം നടന്നു. We need not have any doubts. When did this become the wine? When it was taken to the master of the banquet, there the miracle happened. ഇതൊരു പഴയ പ്രസംഗമായിട്ട് ഇന്ന് പോലെ എടുക്കണ്ട. Don't take this as an old sermon. പരിശുദ്ധാത്മാവ് ചില കുടുംബത്തിനകത്ത് മഹത്വം വെളിപ്പെടുത്താൻ The പോവുകയാണ്. Holy Spirit is going to reveal glory in certain families. നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷം അറ്റുപോയെങ്കിൽ ഇന്ന് പകൽ ആ വീഞ്ഞ് യേശു തരാൻ പോവുകയാണ്. If you have lost the joy within your family, the Lord is going to bring that wine into your family. സമാധാനമില്ലാത്തതിന്റെ വീട്ടിനകത്തേക്ക് പരിശുദ്ധാത്മാവ് സമാധാനം തരാൻ പോവുകയാണ്. Inside your home where there is no peace, the Holy Spirit is going to give you peace. അവന്റെ മഹത്വം വെളിപ്പെടുക തന്നെ ചെയ്യും. His glory will be revealed. അപ്പൊ ഒരു ബാഡ് ന്യൂസ് പോയെങ്കിലും പുറകെ ഒരു ഗുഡ് ന്യൂസ് കാത്തി കയറി. Even though a bad news went out from there, a good news shined out there. ഒരു ബാഡ് ന്യൂസുകൾക്കും നിന്നെ തകർക്കാൻ കഴിയില്ല. No bad news can destroy you. നിന്റെ തകർച്ചകൾ ഉയർച്ചകളാണ്. All your brokenness will become elevations in your life. നിന്റെ തകർച്ചകൾ ഉയർച്ചകളാണ്. All your brokenness will become promotions in your അത് life. കരങ്ങൾ ഉയർത്തി സമ്മതിക്കണം. ഹല്ലേലൂയ. Let us raise our hands and നിന്റെ praise. തകർച്ചകളെ ഉയർച്ചകളാക്കി മാറ്റുന്ന ഒരു ഉടയവന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ ഉണ്ട്. Oh, the presence of the Master who will convert your brokenness into promotions is in this meeting. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ സ്തോത്രം, ആ മഹത്വം വെളിപ്പെട്ടു വന്നു. Oh, the Holy Spirit says that glory was revealed. തല കുനിഞ്ഞു പോയ ഈ മനുഷ്യന്റെ തല ദൈവം ഉയർത്തി. The man whose head was bowed down was lifted up by God there. ഇനി തീർന്നുള്ള ബാഡ് ന്യൂസ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറകെ ചെല്ലുകയാണ്. നോർമൽ വാട്ടർ ആ വീട്ടിനകത്ത് ഇപ്പൊ കോരി കൊടുക്കുന്ന മുഴുവനും മുന്തിരി വീഞ്ഞാണ്. Even while this bad news that the wine is over was blazing there, now the good news is coming. Hey, all that is giving is pure wine. ഇത് തമ്പുരാന്റെ പ്രവൃത്തിയാണ്. This is the work of the Master. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. This is the work of the Lord. ഇത് നിന്റെ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാൽ പിടികിട്ടില്ല. You cannot understand this with your human brain. ഈ മിറക്കിനകത്ത് തലച്ചോറ് വർക്ക് ചെയ്യരുത്. The human brain should not work in this miracle. ഇന്ന് ചില ആളുകളുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അത്ഭുതങ്ങൾ അന്യമായത്. It is because many people are working through their intelligence alone. That's why miracles don't happen. പക്ഷെ പറയുന്നു, വിശ്വസിച്ചാൽ നീ. But the word says that if you believe, you will see the glory of God. ഒന്ന് പറഞ്ഞ് നമ്മുടെ വിഷയം മറക്കരുത്. വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും. Let us say that again. If you believe, you will see the glory of God. ഈ പകൽക്കാലം മഹത്വം കാണുന്ന പകലാണ്. Praise the This Lord. is a morning where you're going to witness the glory of God. ഇന്ന് പകൽ മഹത്വം കാണുന്ന പകലാണ്. This is a morning when we are going to witness the glory of God. നീ വിശ്വസിച്ചാൽ അവരുടെ മഹത്വം വെളിപ്പെട്ടു വരും. If you believe, the glory of God will be revealed on you. ആ
മഹത്വം ആരും തടയാൻ പാടില്ല. No one should stop that glory. ആ മഹത്വം ആരും എടുക്കാൻ പാടില്ല. No one should take that glory to himself. ആ മഹത്വം ദൈവത്തിനുള്ളതാണ്. കാനാവിലെ വീടിന്റെ അവസ്ഥ ദൈവം മാറ്റിയെങ്കിൽ If the Lord change the situation of the home of ആ Cana, മഹത്വം ഇവിടെ വെളിപ്പെട്ടു വരും. that glory will be revealed here right now. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Hallelujah. മാറ്റം വെച്ച ആമേൻ സ്തോത്രം ലാസറിന്റെ ആമേൻ ശരീരത്തിലേക്ക് ആമേൻ അഴുകി ആമേൻ പോയ ശരീരത്തിലേക്ക് ജീവൻ കൊണ്ടുവന്ന അവിടെ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ ആ മഹത്വം വെളിപ്പെട്ടു വരും. Oh, if that decayed body of Lazarus, if glory of God revealed on that, here God's glory will be revealed. അപ്പോൾ യെശയ്യാവ് 40 മടങ്ങി വരുന്ന 6 കാര്യങ്ങൾ. There are 6 things that is going to come back, return. ഒന്നായി യഹോവയുടെ മഹത്വം മടങ്ങി വരും. The first thing is the glory of God will be returned. 2 ദൈവവചനം ആമേൻ മടങ്ങി വരും. Secondly, the word of God will come back. വാക്യം 8 അതെ ആമേൻ പൂവാടുന്നു. പുല്ലുണങ്ങുന്നു, ആ. പൂവാടുന്നു, ആ. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. മടങ്ങി വരുന്ന 6 കാര്യങ്ങൾ യെശയ്യാവ് 40 രണ്ടാമത്തേത് വചനം മടങ്ങി വരും. The second thing that is going to return back is the word of our God. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം വചനത്തിന് അതിന്റെ സ്ഥലത്തിൽ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല. Biggest problem these days is that we do not give freedom to the word of God to work in the place where you are. വചനം ഞെരുങ്ങുക. Here nowadays the word of God is being constrained. ഒരു പാറപ്പുറമായിരിക്കാൻ ദൈവം തന്നെ വിളിച്ചിട്ടില്ല. God has not called us to be a stone. ഒരു മുള്ളുകളുടെ ഇടയിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ വിളിച്ചിട്ടില്ല. God has not called us to be thorny. നീ ഒരു നല്ല മണ്ണായിരിക്കണം. You ought to be a prepared leveled ground. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു നീ ഒരു പാറപ്പുറമല്ല. You cannot be a rocky land. പറഞ്ഞേ വിശ്വസിച്ച് ഞാനൊരു പാറപ്പുറമായിരിക്കത്തില്ല. Say, I'm not going to be a rocky land. നല്ല മണ്ണാണ്. ഹല്ലേലൂയ. I am the good soil. ആമേൻ. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം അതിന്റെ പ്രവൃത്തി ചെയ്ത് അത് മടങ്ങി വരും. The word of God that proceeds from the mouth of God will do his work and go back. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. The word of God has power. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്ക് ഉറക്കെ പറയൂ. എന്നേക്ക് എന്നേക്ക് ആമേൻ പറഞ്ഞേ എന്നേക്ക്. Because with us the flower fades, but the word of our God will stand forever, forever, forever. Hallelujah. വചനം കെട്ടുപോകാൻ പാടില്ല. We cannot put bondage to the word of God. വചനം നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. The word of God must continue to work in our midst. ആമേൻ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് വചനം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. When the word of God says, I am the Lord that heals you, it is so. അത് റിസീവ് ചെയ്യാൻ തന്റെ ഇടമുള്ളവർ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. I should receive that. Praise the Lord. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. I am the Lord that heals you. ദൈവവചനം ഇന്ന് പകൽ ചില വ്യക്തികളിൽ രോഗത്തിന്റെ ആത്മാവിനെ എടുത്തു മാറ്റുന്നതാണ്. The word of God is going to take away the spirit of sickness from some people. 2010 ഒരു ബ്രെയിൻ സ്ട്രോക്ക് വന്ന് ആമേ ഒരു വർഷം തളർന്നു പോയവനാ ഇവിടെ നിന്ന് ഈ വചനം പറയുന്നു. In 2010, a person who was weak on one side of the body because of his strong is the same person who's standing here and speaking the word of God today. ആമേൻ. ലക്ഷോർ ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുമ്പോൾ ആമേൻ ഒരു അപകടകരമായ നിലയിലായിരുന്നു എന്റെ സാഹചര്യം. When I was in Lakeshore Hospital, I was in a dangerous situation. എന്നാൽ എന്റെ ദൈവം തന്റെ വചനമായ എന്നെ സൗഖ്യമാക്കി. But the Lord sent his word and healed me. എന്റെ കൈയുടെ ബലം നഷ്ടപ്പെട്ടു പോയി. I had lost the power of my hands. ആമേൻ. എന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയി. I had lost my memory. എന്റെ വലത്തും ഇടത്തും കിടന്ന 2 ആമേൻ പ്രിയപ്പെട്ടവർ ആമേൻ ഞാൻ അവിടെ കിടക്കുമ്പോൾ തന്നെ അവർ മരണപ്പെട്ടു. Even when I was lying on that bed, one person on the left, another person on the right, they died and passed away from that place. എന്നെ വന്ന് ദേവദാസന്മാരെല്ലാം കണ്ട് പ്രാർത്ഥിച്ച് മടങ്ങുന്നു ഞാൻ ഓർക്കുന്നു. I can remember the servants of God came and prayed for me and returned back. എന്നാൽ എന്റെ കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. But my Lord told me that I will raise you up. ഞാൻ നിന്നെ സൗഖ്യമാക്കും. I will heal you. നീ എന്റെ മുൻപാകെ ജീവിച്ചത്. You will live before me. ഈ പ്രവചനം എന്നോട് ദൈവം പറഞ്ഞു. The Holy Spirit gave me this prophecy. ഏകദേശം 1 വർഷത്തോളം ഞാൻ ബലഹീനനായി
വേദനയോടെ കഴിയേണ്ടി വന്നു. Over a period of 1 year, I had to live a week. I was very weak. അങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന ആ കാലങ്ങളിൽ പ്രാർത്ഥനയും ഉപവാസവുമായിരുന്നു അന്ന് ദൈവമക്കൾ ചെയ്തത്. Even those days when I was burdened, God's people prayed and fasted for me. പലപ്പോഴും ഞാൻ ഓർക്കും ഒരു അഭിഷിക്തൻ വന്നൊന്ന് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിലെന്ന്. Many times I used to think if an anointed could come and pray for me. 4 ചുവടുകൾക്കകത്ത് ഓടി നടന്ന് ഞാൻ ഒതുക്കപ്പെട്ടു പോയി. Though I used to be running around various places, I was contained within 4 walls. പക്ഷേ എന്റെ കർത്താവിനോട് പറഞ്ഞു ഒരു വൃക്ഷമായിരുന്നു എന്റെ പ്രത്യാശയുണ്ട്. Oh, but the Lord told me that if it is a tree, it has hope. അതിനെ വെട്ടിയാൽ അത് വീണ്ടും പൊട്ടിക്കിളക്കും. Even if it's cut down, it will sprout again. ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു, നിന്നെ വെട്ടി പക്ഷേ നീ പൊട്ടിക്കിളക്കും. Oh man, I heard the word of God that you were cut, but you're going to sprout again. ആ വചനം ഞാൻ എന്റെ ശരീരത്തിലേക്ക് ഏറ്റെടുത്തു. I received that word into my body. ഞാൻ ആ വചനം അങ്ങനെ തന്നെ വിശ്വസിച്ചു. I believe that word as it is. ഒരു വൃക്ഷമായിരുന്നാൽ ഒരു പ്രത്യാശയുണ്ട്. If it is a tree, there's a hope. അതിനെ വെട്ടിയാൽ അത് വീണ്ടും പൊട്ടിക്കിളക്കും. Even if it is cut, it will sprout again. ഒരു ഇളം തൈ പോലെ തളിരിടും. Like a sapling, it will grow up. ആ വചനം ഞാൻ വിശ്വസിച്ചു. I believe that word. ഞാൻ എന്തിനാ പറഞ്ഞറിയാമോ? വചനത്തിൽ വിശ്വസിക്കണം. Why did I tell this? You must believe in the word. ഞാൻ വിശ്വാസ സൗഖ്യമായതുകൊണ്ട് I was healed by faith. ഏത് വ്യക്തിക്ക് വേണ്ടി ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും. I will pray for any person. ഈ നിമിഷം വരെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. Even till now I pray. എന്റെ ശുശ്രൂഷയിൽ അനേക രോഗികൾ സൗഖ്യമായി ഞാൻ കണ്ടിട്ടുണ്ട്. I have seen in my ministry many sick getting healed. ഇന്ന് പകരം യേശു സൗഖ്യമാക്കുന്നവനാണ്. Even this morning my Lord Jesus. ഇന്ന് പകരം യേശു സൗഖ്യമാക്കുന്നവനാണ്. Believe this, my Lord Jesus healed. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. I am the Lord who heals you. യെശയ്യാ 40 മടങ്ങി വരട്ടെ, വചനം മടങ്ങി വരുന്നു. The word of God returns back in Isaiah 40. 1-ാം നൂറ്റാണ്ടിലൊക്കെ അത്ഭുതങ്ങൾ നടന്നില്ലേ? In the 1st century there were many miracles that happened. കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എരുമേലിക്ക് ഒരു മീറ്റിംഗിന് വേണ്ടി വാഹനം ഓടിച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് യാത്ര തിരിച്ച് ഞാൻ വാഹനം ഓടിച്ച് റാന്നിയിൽ മന്നമരുതി എന്ന സ്ഥലത്തെത്തി. Few weeks ago I was traveling to a place called Erimeli. From Trivandrum by car I reached a place near Rani. എരുമേലിൽ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ദൈവവചനം ശുശ്രൂഷിക്കാൻ വേണ്ടി ഞാൻ കടന്നു പോവുകയാണ്. I was going there to preach in a fasting prayer happening in Erimeli. അപ്പോൾ മന്നമരുതി ചെന്നപ്പോൾ എനിക്ക് ഒരു ഓർമ്മ വന്നു, ചരിത്രത്തിന്റെ ഓർമ്മ. Then when I came to this place Mannavaram, there I remembered the history. കാരണം അന്ന് അതേ പണ്ട് പാസ്റ്റർ കെ എബ്രഹാം അവർ ജീവിച്ചിരുന്ന കാലത്ത് മന്നമരുതിയിൽ ഒരു അമ്മച്ചി പാമ്പുകടിയേറ്റ് മരിച്ചു. Then when Pastor K. Abraham, the founder pastors of IPC when he was alive, in the place called Mannaviradi, one old Amachi died because of snake bite. ഈ അമ്മച്ചി മരിച്ച ശേഷം സ്തോത്രം അവിടെ വെച്ച് ജീവിച്ചെഴുന്നേറ്റ് വന്നു. And this grandmother who died there, she was risen back to life. IPCയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. So this is recorded in the chronicles of the history of IPC. This is a great miracle. അത് നടന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ മന്നമരുതിയിലാണ്. It was in Mannaviradi where this happened in Kerala. അമ്മച്ചി മരിച്ച വാർത്ത നാടെങ്ങും പരന്നു. So the whole land came to know that this grandmother has passed away because of snake bite. കർത്താവിൽ ഏറ്റവും ആദരണീയനായ നിത്യതയിൽ ശ്രമിക്കുന്ന കെ എബ്രഹാം സാറപ്പച്ചന്റെ കാതുകളിൽ ടെലഗ്രാം വന്നു, അമ്മച്ചി മരിച്ചു. Pastor K. Abrahams got the telegram that this Amachi has passed away. അപ്പോൾ സാറ് പറഞ്ഞു, കഴിഞ്ഞ രാത്രി സഹോദരങ്ങളെ ഞാൻ പ്രസംഗിച്ച ശേഷമായ അനന്തരം ഞാൻ ധരിച്ച വസ്ത്രം പെട്ടിയിലിരിപ്പുണ്ട്, അതിനകത്ത് ഒരു ടവലുണ്ട്, ആ ടവല് ഈ സഹോദരിയുടെ മുഖത്ത് ഇടുക എന്ന് പറഞ്ഞു. So he said, after I preached last evening, in the box I have kept one towel there. Could you take that towel and place it over this lady's face? അത് കേട്ട മാത്രമേ ഇന്നത്തെ തലമുറയാണ് അത് ചെയ്യുകയില്ല, അവർ വേറെ കമന്റ് പറയും. So if it was today's generation, they will not do that, but the people then they obeyed it. പക്ഷെ വചനം വിശ്വസിക്കുന്ന ഒരു തലമുറ അന്നുണ്ടായിരുന്നു. There was a generation who believed in the word of God. ആ ടവൽ എടുത്തു കൊണ്ടുപോയി ചില സഹോദരങ്ങളും എന്നോട് ചേർന്ന് കൊണ്ടുപോയി സ്തോത്രം 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 കരഞ്ഞു കൊണ്ടുപോയി ഇടുന്ന ഭാഗമൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് കൊണ്ടിട്ടു ഈ അമ്മച്ചി കണ്ണ് ചിമ്മി തുമ്മി എഴുതേണ്ടെന്നാണ്. So it is written in the history
that some brothers took that towel, they praised God and placed Hallelujah. it over the Samachi's face, and she opened her eyes, sneezed, and got up. ബൈബിൾ പറയുന്നു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. The word of God says that I am the resurrection and the life. ഇത് പറഞ്ഞത് ഈ പുസ്തകമാണ് എങ്കിൽ അത് നീ വിശ്വസിക്കുക. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. If it is this book that has stated and you believe it, the one who believes in me, even if he dies, he will live. ആ ചരിത്രത്തിനകത്ത് കിടപ്പുണ്ട്. എന്തെങ്കിലും പറഞ്ഞേച്ചു വിടുന്നു ഞാൻ പോകാൻ പറ്റില്ലല്ലോ. IPC ചരിത്ര പുസ്തകം മേടിച്ചാൽ മതി, അതിനകത്ത് കിടപ്പും. It is written in the historical record of IPC Church, this story. അങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ മക്കളല്ലേ നമ്മളൊക്കെ? Oh, we are the children of such a great God. റാന്നിയിൽ നടന്നൊരു അത്ഭുതം ഞാൻ പറഞ്ഞു വന്നു. I spoke about a miracle that happened in Rani. അങ്ങനെയാണെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ വിശ്വസിക്കണം. വചനപരമായ പ്രവൃത്തി ചെയ്യാൻ ഈ ആമേൻ പകൽക്കാലം നീ ഏൽപ്പിച്ചു കൊടുക്കണം. If so, you believe so that the word of God may do his deed, and you surrender yourself for that. Yes. Oh, Rabakatala, Kalabaga, Sandala, return to us. The power of the word of God return to us. Glory of God may return. ഈ മഹത്വം വെളിപ്പെട്ടാൽ പിന്നെ അടിമത്വമില്ല. When the glory is revealed, there is no more slavery. മഹത്വം എവിടെ ഇറങ്ങിയോ അവിടെ അടിമത്വമില്ല. Wherever the glory descends, the bondages are broken. ആമേൻ സ്തോത്രം. നമ്മൾ സെൽഫ് കൺട്രോൾ ചെയ്യാതെ സ്പിരിറ്റ് കൺട്രോളിലേക്ക് വരണം. We need not control ourselves, let the Spirit control us. ഈ ഉപവാസം അതിന് വെച്ചിരിക്കുക. This fasting is meant for that purpose. നമ്മുടെ സ്ഥിതിയെ മാറ്റും. God is going to change our situation. മുൻവിധികളൊക്കെ മാറിപ്പോകട്ടെ. Let all the weakness go. വചനത്തിന് ശക്തിയുണ്ട്. The word has power. ഒന്ന് കരമുയർത്തി പറ വചനത്തിന് ശക്തിയുണ്ട്. Let us raise our hands and say, the word has power. വചനം ജീവിക്കുന്നു. The word lives. വചനത്തിന് ശക്തിയുണ്ട്. The word has power. വചനത്തിന് ശക്തിയുണ്ട്. The word has power. ഒരിക്കൽ കൂടെ പറ വചനത്തിന് ശക്തിയുണ്ട്. Let's say this, the word has power. Praise God. Hallelujah. 147 സങ്കീർത്തനത്തിൽ കിടക്കുന്ന ഒരു വചനമുണ്ട്. There is a verse in chapter Psalm 147. 147:15 ഒന്ന് വായിച്ചു. 147 verse 15. അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു. അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു. He will send his word to the earth. അവന്റെ വചനം അതിവേഗം ഓടുന്നു. അവന്റെ വചനം അതിവേഗം ഓടുന്നു. His word travels fast. ഒന്ന് പറഞ്ഞേ എനിക്ക് വേണ്ടി ഓടുന്ന ഒരു വചനമുണ്ട്. Can you say that there is a word that walks speedily? കരം കൊടുത്ത് പറ എനിക്ക് വേണ്ടി ഓടുന്ന ഒരു വചനമുണ്ട്. There is a word that rushes speedily for me. എനിക്ക് വേണ്ടി ഓടുന്ന ഒരു വചനമുണ്ട്. There is a word that rushes speedily. ആമേൻ. എനിക്ക് പോകാൻ കഴിയാത്ത സ്ഥാനങ്ങളിൽ ഈ വചനം കടന്നു പോകും. Where I cannot go, this word will go. അത് കാരാഗൃഹത്തിലാണെങ്കിലും ഈ വചനം കടന്നു പോകും. Even if it is in the prison, this word will go. ധൈര്യമായിട്ട് പറ എനിക്ക് വേണ്ടി ഓടുന്ന ഒരു വചനമുണ്ട്. Can we say that there is a word that runs swiftly for me? അവന്റെ വചനം അതിവേഗം ഓടുന്നു. His word runs swiftly for me. SMS-നേക്കാൾ വേഗതയിൽ ഈ വചനം ഓടുകയാണ്. More faster than the SMS, though his word runs. നമ്മളൊക്കെ ഈ SMS വിടുന്നവരല്ലേ? We all send SMS. അത് വിട്ട മാത്രമേ അവിടെ ചെന്നല്ലോ. As soon as we send it, it reaches there. അതിന്റെ വിളിച്ചു ചോദിക്കണം നാളെ രാവിലെ കിട്ടിയോന്നാണ് ചോദിക്കുന്നത്. You don't have to ask next day morning whether you received it. അയ്യോ അച്ചായ ഞാൻ കഴിഞ്ഞ ആഴ്ച വിട്ടത് കിട്ടിയോന്നല്ല. We don't ask whether have you received what I sent last week. സെക്കൻഡുകൾക്കകത്ത് അവന്റെ കയ്യിൽ ചെന്നു. Within seconds, the SMS reaches its destination. ഇതുപോലെ അതിവേഗം ഓടുന്ന ഒരു വചനമുണ്ട്. Likewise runs the word of God swiftly. ആ വചനം വായിച്ചാട്ട വേഗത്തിൽ വായിച്ചു. അതിവേഗം ഓടുന്നു. അവന്റെ വചനം അതിവേഗം ഓടുന്നു. അവൻ പഞ്ഞി പോലെ മഞ്ഞ് പെയ്യ്ക്കുന്നു. ചാരം പോലെ നീഹാരം വിതറുന്നു. അവൻ നീർക്കട്ട കഷ്ണം കഷ്ണമായി എറിയുന്നു. അവന്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവനാർ. അവൻ തന്റെ വചനം അയച്ച് അവയെ ഒരുക്കുന്നു. He sends out his word and melts them. Oh, what a big വചനം അയച്ചെന്ത് ചെയ്യാ? He sends the word and melts it. ഈ കൈവശമൊക്കെ ഉരുവോ? So whether they say hand poisons or sorcery,
Can കൈവശം sorcery be ഉരുകിപ്പോകുമോ? melted? Can sorcery be melted? മന്ത്രവാദം ഉരുകിപ്പോകുമോ? Can black magic be melted? ശത്രു കെട്ടിയ കെട്ടുകൾ ഉരുകി മാറുമോ? Oh, where the bondages of the തലമുറയെ കെട്ടിയത് devil മാറുമോ? be melted. ഇന്ന് പകൽ ചില തലമുറയെ നോക്കി ആത്മാ പറയുക, നിങ്ങൾ കെട്ടിയത് ഇന്ന് പകൽ ഉരുകി പോകാൻ പോവുകയാണ്. God is a great God. ഞാൻ പറയുന്നത് ഈ പുസ്തകം ചുമക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയതല്ല. This book is just not to be carried. ഇത് നീ അനുഭവിക്കണം. You need to experience it. ഈ കാലഘട്ടത്തിൽ നീ അനുഭവിക്കണം. In these times you need to experience it. യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തിയോട് നീ കൽപ്പിക്കണം. In the name of Jesus you യേശുവിന്റെ command the നാമത്തിൽ evil രോഗസ്ഥ ആത്മാവിനോട് നീ കൽപ്പിക്കണം. In the name of Jesus, in the Spirit of God, you വചനം command. പറഞ്ഞ് നീ പ്രാർത്ഥിക്കണം. You must proclaim the word and pray. ഈ വചനത്തിന് ശക്തിയുണ്ട്. This word has ഈ പുസ്തകത്തിനകത്ത് പറയുന്ന കാര്യം വള്ളിയ പുള്ളിയെ വിടാതെ വിശ്വസിച്ചുകൊണ്ട് നീ ഫോളോ ചെയ്യണം, നീ പ്രാർത്ഥിക്കണം, മുട്ട നിൽക്കണം. ഞാനൊരു ബന്ധക്കോസ്തി കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. I am born in a Pentecostal family. You must believe this word without any flaw. You must believe every single word of this book. ഞങ്ങളെ വചനം പഠിപ്പിച്ചത് ഫിലിപ്പ് സാർ അപ്പച്ചനാണ്. It was Pastor Philip who taught us the word of God. ഫിലിപ്പ് സാർ കണ്ടിട്ടുണ്ടോ? Have you seen Pastor Philip? Sir? ഐപിസിയുടെ ആദരണീയനായ അഭിഷിക്തനായ തുദാസനാണ് ഞങ്ങൾക്ക് വചനം പഠിപ്പിച്ചു തന്നത്. അദ്ദേഹം ഭയങ്കരമായി ദൈവാത്മാവിനാൽ നിറഞ്ഞു നിന്ന് കരഞ്ഞുകൊണ്ടാണ് വചനം പ്രസംഗിക്കുന്നത്. It was an anointed man of God who used to be filled in the Spirit in tears. He used to proclaim the word of God. It was Pastor Philip who taught us the word of God. ഐപിസിയുടെ ഏറ്റവും വലിയ ശക്തനായൊരു വലിയ അഭിഷിക്തനാണ് പാസ്റ്റർ കെ എം ജോസഫ്. അദ്ദേഹത്തിന്റെ കൂടെ ശിഷ്യനായി 25 വർഷം ഞാൻ കൂടെ നടന്നതാണ്. I walked together with Pastor K. M. Joseph for 25 years. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും പഠിപ്പിച്ച കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇപ്പോ ഇവിടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Now what he taught me, I'm telling this to you now these days. ആമേൻ സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിനകത്ത് ഞാൻ ഫോളോ ചെയ്തപ്പോൾ എനിക്കത് അത്ഭുതങ്ങളായി മാറി. When I followed the word in my life, it became wonders and miracles. വിശ്വാസത്താൽ രാജ്യങ്ങളെ പിടിച്ചു. By faith they വിശ്വാസത്താൽ തീയുടെ ബലം കൊടുത്തു. they quenched the power of the fire. വിശ്വാസത്താൽ എരിഹോവിന്റെ മതിൽ ഇടിച്ചു. They broke the walls of Jericho by faith. വിശ്വാസത്താൽ എല്ലാം സംഭവിക്കണം. By faith everything must happen. നമ്മൾ വെറുതെ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയതല്ല, പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കണം. ഹല്ലേലൂയ. We have not come to pray. When we pray, it must happen. അത് സംഭവിക്കണം. ഹല്ലേലൂയ. It must come to pass by faith. രക്തം ജയം, രക്തം ജയം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്ര, സ്തോത്ര, സ്തോത്ര. രക്തം ജയം. മഹത്വം മടങ്ങി വരണം. The glory must return. നമ്പർ 2 വചനം മടങ്ങി വരുന്നു. The word must return. നമ്പർ 3 ഇടയത്വം മടങ്ങി വരണം. Pastoral cares must come back. എല്ലാം പറയുമ്പോൾ ഞാൻ ഇപ്പോൾ സമയം എടുക്കുന്നില്ല, പക്ഷെ ഇതിലൂടെ പറയാം. ഇടയത്വം മടങ്ങി വരണം. The pastoral care must come back. ആ വാക്യം 11 Verse 11. ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ He മേയ്ക്കുകയും will tend his flock like a shepherd. കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. He will gather the lambs in his arms. He will carry ഈ them. കാലത്ത് മടങ്ങി വരേണ്ടത് 1 നമ്മുടെ മഹത്വം, 2 ആമേൻ സ്തോത്രം വചനം, 3 ഇടയത്വം മടങ്ങി വരണം. Glory must come back. The word must come back. Thirdly, the pastoral care may come back. ഇന്നിപ്പോ ഇടയന് അതിന്റെ ഒരു വിലയും നിലയും ഒന്നും സഭയെ കൊടുക്കാത്തതുകൊണ്ടാണ് ഈ മഹത്വം തടഞ്ഞു വെച്ചത്. These days, the shepherd is not given his place of honor inside the church. Hence, the glory is denied. സഭയുടെ പാസ്റ്റർ, സഭയുടെ ഇടയൻ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ ആക്കപ്പെട്ട അഭിഷിക്തനാണ്. The pastor or the shepherd of the church is appointed by the Lord himself. ആ ഇടയന്റെ കീഴിലുള്ള ആടുകളാണ് നിങ്ങൾ. The shepherd under the sheep under that shepherd, it's us. അപ്പൊ ഇടയന്റെ അധികാരം വ്യക്തമായി സഭയിൽ വെളിപ്പെട്ടു വരണം. So the authority of the shepherd must be very clear within the church. അപ്പൊ മഹത്വം ഇറങ്ങും. Then glory will descend. സഭ ഭരിക്കുന്ന കമ്മിറ്റിയൊന്നുമല്ല. It is not a committee that rules the church. സഭ കമ്മിറ്റിയാണ് ഭരിക്കുന്നത്. It is not a committee that rules the church. കമ്മിറ്റി ഭരിക്കുന്ന ഒരു സഭയിലും ഒന്നും നടക്കില്ല. In a church that is ruled by committees, nothing happens. നിങ്ങൾ എഴുതി വെച്ച പുസ്തകത്തിനകത്ത് ഞാൻ പറഞ്ഞ കാര്യം, You can just കമ്മിറ്റി write it. ഭരിക്കുന്ന ഒരു സഭയിലും ഒന്നും നടക്കാൻ പോകും. Wherever a church is ruled by a committee, nothing is going to happen.
ഒരു ക്ലബ് അല്ല സഭ. Church is not a club. പെന്തക്കോസ്തുകാർ കൂടുന്ന സഭ ക്ലബ് അല്ല. A Pentecostal church is not a club. ഇവിടെ ഒരു നടത്തിപ്പുകാരനുണ്ട്, ഒരു അഭിഷക്തനുണ്ട്. There is an anointed one here. There is a അഭിഷക്തന്റെ കീഴിൽ ദൈവസഭ ശക്തിപ്പെട്ടു വരണം. under the anointed, the church should be strengthened. രാമി പറഞ്ഞാട്ടെ ഹല്ലേലൂയ. Amen. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്നത് ഈ അഭിഷക്തന്റെ കീഴിലാണ്. So while I am ministering here, I am standing under the authority of an anointed one here. ഈ അഭിഷക്തന്റെ താഴെയാണ് ഞാൻ. It is under the anointed one I am ministering. അതാണ് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. That is what this Bible teaches us. നാട്ടിൽ നിന്ന് ബാബുപാസ് വന്നിട്ടുണ്ട് 36 കൊല്ലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. It's no point saying that Babu Pastor has come from Kerala. He has got 36 years of experience. No. ദൈവസഭയുടെ സെറ്റപ്പ് അതാണ്. This is how the setup of the Bible, the Church of God is. പാസ്റ്ററോട് പറയാ ഇരിക്കാൻ പറഞ്ഞാൽ അപ്പൊ ഇരിക്കും. If the pastor tells me that sit down, I will immediately sit down. അതാണ് ഇതിന്റെ സെറ്റപ്പ്. That is the setup of the church. പിടികിട്ടിയവർക്കായി സ്തോത്രം. Those who understood it, please praise the Lord. പിടികിട്ടാത്തവർക്കായിട്ട് പ്രാർത്ഥിക്കും. We pray for those who have not understood it yet. ഒരാമി പറഞ്ഞാട്ടെ. Amen. Amen. ചിലർക്ക് പിടികിട്ടത്തില്ല. Some people don't ഈ understand. കാര്യം പറയുമ്പോൾ ഉറക്കം വരും. When they speak about this, people are sleepy. അത് വലിയ പോരാട്ടമാണ്. ഇത് പറയുമ്പോൾ ഉറക്കം വരും. People, when we speak about it, many people become sleepy. നല്ല കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യും? ഉറക്കം വരില്ല. Meaning with good things, when it's spoken, many become sleepy. അപ്പൊ സഭയ്ക്കകത്ത് ഇടയന്റെ അധികാരം വെളിപ്പെട്ടു വരണം. Inside the church, the authority of the pastor, the shepherd. ദൈവസഭയ്ക്കകത്ത് ഒരു ശ്രേഷ്ഠ ഇടയനുണ്ട്. There is a great shepherd inside the church. ആ ഇടയന്റെ കീഴിൽ സഭയുടെ ഇടയനുണ്ട്. And under that shepherd is the shepherd of the church. To speak about today's times, but ഇടയന്റെ അധികാരം വെളിപ്പെടണം. glory should come. അഭിഷക്തൻ എഴുന്നേറ്റ് നിന്നാൽ ആ ദൈവത്തിന്റെ അഭിഷക്തനെ അവനെ അംഗീകരിക്കണം. The pastoral care should be respected. Praise the Lord. Hallelujah. ഈ പുസ്തകത്തിനകത്ത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മഹത്വം ഇറങ്ങും. Oh, if it is being said like this, glory will descend. അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. We praise the Lord for that. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്യാം. Raise our hands and praise the Lord. മടങ്ങി വരുന്ന 6 കാര്യങ്ങളിൽ ആമേൻ ഞാൻ എല്ലാം പറഞ്ഞാൽ സമയമില്ലാത്തത് കൊണ്ട് ആമേൻ ഇനി പിന്നീട് പറയും. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരോട് പറയുകയാണ് മഹത്വം വെളിപ്പെടും. The Holy Spirit says that glory will be revealed. എല്ലാവരും കരങ്ങളെ ഉയർത്തി സ്തോത്രം Let ചെയ്യാം. everyone raise hands and praise the ദൈവ Lord. മഹത്വം വെളിപ്പെടുന്നു. Glory of God will be ഇവിടെ revealed. മഹത്വം വെളിപ്പെടുന്നു. Glory of God is being ഇന്ന് revealed. പകൽക്കാല ലോകത്തിന്റെ ആത്മാവിനാൽ ആമേൻ നിരാശപ്പെടുന്ന സഹോദരി ആത്മാവ് നിന്നെ ഇന്ന് പകൽ വെടിവെക്കുന്നവർ. Yes,